ഹേ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ ഐഡിയ ആണ്. സിമ്പിളാണെങ്കിലും ഐഡിയ പവർഫുള്ളാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഈ ഐഡിയ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു ഭാഗത്താണ് ഞാനിത് ചെയ്യാൻ പോണത്. അപ്പം നേരിട്ട് മണ്ണിൽ തന്നെയാണ് കേട്ടോ ഈ ഐഡിയ ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് ക്ലിയർ ആക്കി എടുക്കണം. മണ്ണിൽ നേരിട്ട് ചെയ്താൽ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗത്തെ മണ്ണൊക്കെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുക്കണം. അപ്പം ഞാനൊരു വടി കൊണ്ടാണ് ഇവിടെ ഈ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇപ്പോൾ റൗണ്ട് ഷേപ്പൊക്കെ നന്നായിട്ട് ക്ലിയറായി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ചിരട്ടയാണ് വേണ്ടത്. അപ്പം ഞാൻ കുറച്ച് ചിരട്ടയൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിന് ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിരട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചെടികളാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് സ്റ്റാർ ഗ്രാസ് ആണ്. അപ്പോൾ ഈ സ്റ്റാർ ഗ്രാസ് നമുക്ക് ആ റൗണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ ചെടികൾ കൊണ്ടുള്ളൊരു പൂക്കളമാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല ടൈപ്പ് ചെടികൾ വെച്ചിട്ട് ഒരു ചെറിയ പൂക്കളം, അതിൻ്റെ റൗണ്ടിൽ ചിരട്ടയും കൂടി ആയിട്ടുണ്ടെങ്കിൽ സംഭവം എന്തായാലും കിടായിക്കോളും. ഇപ്പോൾ സ്റ്റാർ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് ആ റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് റൂബി ഗ്രാസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ 4 സൈഡിലും ബോർഡറായിട്ട് റൂബി ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് വെക്കാൻ ടർട്ടിൽ വെയിനാണ് എടുക്കുന്നത്. അപ്പോൾ റൂബി ഗ്രാസിൻ്റെ റെഡ് കളറും അതോടൊപ്പം ടർട്ടിൽ വെയിൻ്റെ ഗ്രീൻ കളറും ആകുമ്പോൾ എന്തായാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഈ ഒരു പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ അധികം ഇങ്ങനെ ഉയരത്തിൽ വരാത്ത ചെടികൾ വേണം സെലക്ട് ചെയ്യാൻ.
ഇനി അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കോളിയസ് പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോളിയസ് പ്ലാന്റ്സ് അത്യാവശ്യം ഹൈറ്റിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. പക്ഷെ നമ്മളത് വളർന്ന് വരുംതോറും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അധികം ഹൈറ്റ് വെക്കാതെ നല്ല ബുഷിയായിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ വളർന്ന് കിട്ടിക്കോളും. അപ്പോൾ എല്ലാ പ്ലാന്റ്സും വെച്ചിട്ട് ചെടികൾ കൊണ്ടുള്ള ഒരു കുഞ്ഞു പൂക്കളോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇനി ഇത് വളർന്നു വരുംതോറും ഇതിൻ്റെ ഭംഗി കൂടിക്കോളും. ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ചെയ്ത ഗാർഡൻ മേക്ക് ഓവറിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ടർട്ടിൽ വെയിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. PVC പൈപ്പിൻ്റെ ചെറിയൊരു ഹോളിലാണ് ഈ വാണ്ടറിഞ്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് അത് വളർന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടർട്ടിൽ വെയിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.